വളരെ യാദൃശികമായി പരിചയപ്പെട്ട ഒരു ചേട്ടനാണിത്. പുള്ളി വീൽ ചെയറിൽ ഈ ഒരു കട നടത്തുകയാണ്. അപ്പോഴത്തെ പുള്ളിയുടെ ഒരു അനുഭവ വീഡിയോ അല്ലെങ്കിൽ ഈ കട നടത്താനുണ്ടായ സാഹചര്യവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചേട്ടാ, ഈ വീൽ ചെയറിൽ ഈ ഒരു സ്ഥാപനം നടത്താനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നതാണ്. 2019 ഡിസംബർ 24 നാട്ടിൽ വന്നതാണ്. നാട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് 2025 ഏപ്രിൽ 14 റിട്ടേൺ ടിക്കറ്റായിരുന്നു. അപ്പം കൊറോണ ആയതുകൊണ്ട് മാർച്ച് പകുതി ആയപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് ഓഫായി. എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ റൂഫിൻ്റെ വർക്കായിരുന്നു എനിക്ക്. അങ്ങനെ ഇവിടുത്തെ റൂഫിൻ്റെ വർക്കൊക്കെ എടുത്ത് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2025 ജൂൺ 4 റൂഫിൻ്റെ മുകളിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് എന്നെ തകരാറായിട്ട് അങ്ങനെ വീൽ ചെയറിലായതാണ്. ഇവിടെ വെച്ചൊരു ആക്സിഡൻറ്റ്. SP പോർട്ടിലായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഫിസിയോതെറാപ്പിക്ക് കുറേ കാലം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഞാൻ വീട്ടിൽ കിടന്ന് ഇങ്ങനെ കുറച്ച് ഒരു വർഷത്തോളം വീട്ടിൽ കിടക്കുമായിരുന്നു. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് പ്രയോജനമൊന്നും ഉണ്ടാകും. ഒരു വർഷം വരെ വീട്ടിൽ കിടക്കുക. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു കാർ ഓടിച്ച് പുറത്തിറങ്ങാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ എനിക്കൊരു ബലോറ ഉണ്ടായിരുന്നു. അപ്പോൾ ബലോറയിൽ നമ്മൾ ബ്രേക്കും ആക്സിഡൻറ്റും കയ്യിലാക്കിയിട്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇച്ചിരി ഹൈറ്റ് കാരണം എനിക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ട് വന്നത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയ ഒരു ഹൈറ്റ് കുറഞ്ഞ ചെറിയൊരു കാർ എടുത്ത്, അതായത് ആൾട്ടോ കേട്ടൻ എടുത്ത്. അപ്പോൾ അത് ഞാൻ ബ്രേക്കും ആക്സിഡൻറ്റും ഒക്കെ തിരുവനന്തപുരത്ത് കയ്യിലാക്കി. അത് ഒരു കുറേ നാൾ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അത്ര കംഫർട്ടായിട്ട്, അതായത് കുറച്ച് സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് പിന്നെ വേറൊരു വണ്ടി എടുത്ത് കിഡ് റൊണാൾഡ് കിഡ്. അപ്പോൾ അതിനകത്താണ് ഞാനിപ്പം സഞ്ചരിക്കുന്നത്. ഇപ്പോൾ കടയിൽ വരാനായിട്ട് ഞാൻ കിഡിനകത്താണ് അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യും. വീൽ ചെയർ വൈഫ് കൊണ്ട് തരും. അങ്ങനെ ആ വീൽ ചെയറിനകത്ത് ഞാൻ കടയിൽ വന്ന് വൈഫ് രാവിലെ വന്ന് കടയൊക്കെ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഞാനാണ് വൈകിട്ട് വരെ കടയിലിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് വൈഫ് വന്ന് കൂട്ടിക്കൊണ്ടു പോകും? അങ്ങനെ അല്ല, തിരിച്ച് വൈഫോ മോനോ കട വന്ന് ഏൽക്കുമ്പോഴത്തേക്ക് ഞാൻ വണ്ടിയിൽ പോയിട്ട് ഞാനങ്ങ് പോകും. ഇപ്പം ഈ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് കയ്യിൽ ബ്രേക്കും ആക്സിലേറ്റർ കയ്യിലാക്കിയിട്ട് ഞാൻ ഈ കിഡ് ചെയ്തത് മലപ്പുറത്താണ്. മലപ്പുറത്ത് ഓട്ടോമാറ്റിക് വണ്ടിയായിരുന്നു. ഓട്ടോമാറ്റിക് ഗിയർ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് എവിടെ വേണം സഞ്ചരിക്കാം. ഞാനിപ്പം ഒരു 3 വട്ടം മലപ്പുറം യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മലപ്പുറം വരെ പോയി മലപ്പുറം പോയി 2 വട്ടം എറണാകുളം പോയി ഒക്കെ യാത്ര ചെയ്തു. പിന്നെ തിരുവനന്തപുരം ഒരുപാട് പ്രാവശ്യം തിരുവനന്തപുരം പോയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഈ കാറിൽ യാത്ര ചെയ്യുന്നതിന് ഇപ്പോൾ എനിക്ക് ഡൽഹി വരെ വേണമെങ്കിലും എനിക്ക് കാറിൽ യാത്ര ഒരു കോൺഫിഡൻസ് ആയി. ഇപ്പോൾ വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഈ സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങളും ചേട്ടന് ചെയ്യാൻ പറ്റും. ഈ സ്ഥാപനത്തിൽ എനിക്ക് നടത്തിക്കൊണ്ട് പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഇവിടെ സോഡ ലെമൺ നാരങ്ങ വെള്ളമുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ആഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ കസ്റ്റമർ വരുന്നതനുസരിച്ച് കുറച്ച് ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം അത്യാവശ്യം കൊലയും പലചരക്ക് സാധനങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇല്ലയെന്ന് പറഞ്ഞ് നമ്മൾ വിടാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും. ഈ ഒരു സ്ഥാപനം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ഞാൻ നല്ലൊരു ബിസിനസ് വേറെ ചെയ്യുന്നുണ്ട്. ക്രിപ്റ്റോ ബേസ് ഒരു ക്രിപ്റ്റോ കറൻസിയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിൻ ഏൺ ചെയ്യാനുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഒരു കോയിൻ ഏൺ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം ആയിട്ടാണോ അതേ ഒരു കോയിൻ ആയിട്ടാണോ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കോയിൻ? ലിസ്റ്റ് ചെയ്തിട്ടില്ല, ലിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോയിനാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അത് നമുക്ക് കമ്മ്യൂണിറ്റി എന്തുമാത്രം കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നോ അതനുസരിച്ച് അത് ലിസ്റ്റ് ആവും. അതിന്റെ പേരെന്താണ് ആ കോയിൻ? അത് കോയിൻ ഫോർജ് എന്നാണ് അതിന്റെ കോയിൻ ഫോർജ്. ലിസ്റ്റ് ആകുമ്പോഴാണ് അതിന്റെ വാല്യൂ ഉണ്ടാകുന്നില്ല. അതായത് $1 ആവാം, 2 ആവാം, 10 ആവാം. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. കാര്യം അത്രമാത്രം കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നതനുസരിച്ച് ഇത് വാല്യൂ കൂടിയുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ഈ കോയിൻ വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാം.
ഹോൾഡ് ചെയ്യാനുള്ള നമുക്ക് എന്തുമാത്രം നമുക്ക് റെഫറിൽ കൂടെ 75% റെഫറിൽ കൂടെ കോയിനുണ്ട്. ഒരു 75% ക്യാഷ് ബാക്ക് ആണോ നമുക്ക്? അല്ലല്ല, റെഫറൽ കോയിനുണ്ട്. ക്യാഷ് ബാക്ക് 80% ക്യാഷ് ആയിട്ട്, അതായത് USDT ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. USDT അമേരിക്കൻ ടേബിൾ കറൻസി USDT ആയിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് അത് 80%. റെഫറിൽ കൂടെ 80%. ഇപ്പം നിലവിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഈ കോയിൻ വാങ്ങിക്കാൻ സാധിക്കുക? ഇത് കോയിൻ ഫോർജിൻ്റെ നമുക്ക് 2 പ്രോജക്റ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. 2 അല്ല 3 ഓപ്പൺ ആയിട്ടുണ്ട്. 2 എന്ന് പറയുമ്പോൾ പിന്നെ ഒന്ന് ഫോർജ് റൈസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് 13 ഓപ്പൺ ആയിരുന്നു. അതിനകത്ത് 6 കോൺട്രാക്റ്റാണ്. ആ 6 കോൺട്രാക്റ്റ് എടുക്കുന്നതിന് ഏതാണ്ട് ഇപ്പോഴത്തെ റേറ്റ് പിന്നെ ഇപ്പോഴത്തെ USDT റേറ്റ് നോക്കുകയാണെങ്കിൽ 98,000 സംതിങ് വേണം. പിന്നെ മാർച്ച് 13 കഴിഞ്ഞ വർഷം മാർച്ച് 13 ഓപ്പൺ ആയ പ്രോജക്റ്റാണ് 6 കോൺട്രാക്റ്റ്. അപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഡിസംബർ 7 ഒരു പ്രോജക്റ്റ് ഓപ്പണായി. അത് ഫോർജ് റിവാൾവാണ്. അത് 8 കോൺട്രാക്റ്റാണ്. 8 കോൺട്രാക്റ്റുകൾ $15 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് സാധാരണപ്പെട്ടവനും നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. $15 എന്ന് പറയുമ്പോൾ വെറും 1,500 രൂപ. 1,500 രൂപയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരാൾ ഒരു റെഫറിൽ നമുക്ക് കിട്ടും. അതായത് ഒരു 1,200 രൂപയോളം നമുക്ക് കിട്ടും. ഇത് ഒരു റെഫറിൽ കൂടെ നമുക്ക് കിട്ടും. മാത്രമല്ല 7.5 കോയിനും കിട്ടും. അതാണ്. അതായത് 2025 മാർച്ച് 13 ഇത് ലാൻഡ് ചെയ്തത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ്. അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഫോർജ് റൈസ് എന്ന ഒരു പ്രോജക്റ്റാണ് അത് ഓപ്പൺ ആയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോർജ് റിവാൾവ് ഞാൻ പറഞ്ഞില്ലേ ഡിസംബർ 7 ഓപ്പൺ ആയത്. അത് കഴിഞ്ഞിട്ട് അവർ റോഡ് മാപ്പിൽ പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അവർ സ്റ്റാർട്ടിങ്ങിൽ റോഡ് മാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ രീതിയിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. എന്ന് പറയുമ്പോഴും റോയാലിറ്റി ഇൻകം കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മളിപ്പം ഇവിടെ ഈ കടയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാനായിട്ടുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിറ്റി അത്ര ഒന്നും ഉണ്ടായില്ല. പക്ഷേ റോയാലിറ്റി എടുത്ത് 50-100ഓളം ആൾക്കാർ ഇപ്പം ഈ എംപവർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. എംപവറാണ് നമുക്ക് ഈ കോയിൻ ഫോർജ് കൊണ്ട് തന്നത് തന്നെ. എംപവർ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി ഏതാണ്ട് 5-5.5 വർഷം 6 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എംപവറിൽ വരുന്ന നല്ല നല്ല പ്രോജക്റ്റുകൾ ജനങ്ങളിൽ എത്തിക്കുകയാണ്. എംപവർ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. എംപവറിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് എംപവറിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് ഈ കോയിൻ ഫോർജ്. ഈ കോയിൻ ഫോർജിലൂടെ അനേകായിരം ആൾക്കാർ ഒരുപാട് ഇൻകം ഉണ്ടാക്കി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് റോയാലിറ്റി ഇൻകം വരെ സ്റ്റാർട്ടായി. ഇപ്പം ജനുവരി 1 റോയാലിറ്റി ഇൻകം സ്റ്റാർട്ടായി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മൂന്ന് മാസം 1 റോയാലിറ്റി ഇൻകം വന്നു കഴിഞ്ഞു. ഈ 50 കൂടുതൽ ആൾക്കാർക്ക് റോയാലിറ്റി ഇൻകം 1 അവർ പോലും അറിയാതെ അവരുടെ വാലറ്റിൽ ഈ റോയാലിറ്റി ഇൻകം വന്നു കഴിഞ്ഞു. അപ്പോൾ ആ റോയാലിറ്റി ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എന്ന് വരെ ഇന്റർനെറ്റ് ഉണ്ടോ നമുക്ക് ആ റോയാലിറ്റി ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതിനെപ്പറ്റി കൂടുതൽ താല്പര്യമുള്ളവർക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനും തീർച്ചയായും. ഇതൊരു ക്രിപ്റ്റോ കറൻസി ആയതുകൊണ്ട് അതിന്റെ എത്രത്തോളം സുരക്ഷിതമാണെന്നൊക്കെ അത് തിരക്കി അന്വേഷിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ, ക്ലാരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചേട്ടാ ഫ്യൂച്ചറിൽ ഇനി വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഈ കടയിൽ ഉൾപ്പെടുത്താൻ പ്ലാൻ ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്ലാനുണ്ട്. ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്രിപ്റ്റോയിൽ ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് എനിക്ക് ഒരാളെ ഇതിനകത്ത് വർക്കിന് ഇരുത്തിയിട്ട് എനിക്ക് പുറത്ത് ഇറങ്ങണം. എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഉള്ളത് അവിടെ പോയിട്ട് നമുക്ക് ക്ലാസ് കൊടുത്ത് നമ്മുടെ ഈ കോയിൻ ഫോർജിൽ നല്ല രീതിയിൽ ടീം ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊന്ന് ഇതിന്റെ പ്രൊമോഷൻ ആയിട്ട്. അതെ ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഇവിടെ ഈ സ്വദേശം എൻ്റെ ഇവിടെ കൊല്ലം ജില്ലയിൽ ആയൂർ ചെറുവക്കൽ തന്നെയാണ്, അമ്പലംകുന്ന്
ബേസ് ചെയ്ത് ചെറുവക്കൽ അമ്പലം ഇളവൂര് ഇളവ്. ഇതാണ് എൻ്റെ പ്രോപ്പർ സ്ഥലം. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് എൻ്റെ വീട്. പിന്നെ വീട്ടിൽ വൈഫുണ്ട്, 2 മക്കളുണ്ട്. മക്കൾ ഇളയാൾ എൻജിനീയറിംഗ് പഠിക്കുന്നു, മൂത്താൾ പിന്നെ നേഴ്സിങ്ങിന് പഠിക്കുന്നു. മൂത്താൾ പഠിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പോയേക്കുന്നത്. പുള്ളിക്കാരൻ നേഴ്സിംഗ് പഠിക്കുന്നത് ജർമ്മനിയിൽ. അപ്പം ഇളയാൾ എൻജിനീയറിംഗ് പഠിക്കുന്നത് കൊല്ലം യൂനിസ് കോളേജിൽ. ഇളയാൾ നാട്ടിലുള്ളപ്പോഴത്തേക്ക് കടയിലൊക്കെ വരുമല്ലോ. വൈകിട്ട് പുള്ളിക്കാരനാണ് കട ഏറ്റെടുത്ത് ചെയ്യുന്നത്. പുള്ളിക്കാരനൊരു ബിസിനസ് മൈൻഡാണ്, ഇളയാളൊരു ബിസിനസ് മൈൻഡില്ല. പിന്നെ വൈഫുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കാനും പിന്നെ രാവിലെ കട വന്ന് സെറ്റ് ചെയ്ത് തരാനും എല്ലാത്തിനും വൈഫുണ്ട്. പിന്നെ വൈകിട്ട് മോൻ പഠിത്തം ഓണെന്നുണ്ടെങ്കിൽ വൈഫ് കടയിൽ വരും, കട വന്ന് സെറ്റ് ചെയ്യും. അല്ല അങ്ങനെ പോകുന്നു. ചേട്ടാ, ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളാവും? ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷമാവും. ചേട്ടൻ്റെ ഈ കടയിൽ വരണമെങ്കിൽ ഈ സ്ഥലം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സ്ഥലം സിമ്പിളാണ്. കൊല്ലത്ത് നിന്ന് വരുവാന്നുണ്ടെങ്കിൽ കൊല്ലം കുളത്തൂപ്പുഴ റൂട്ട്, കൊല്ലം കുളത്തൂപ്പുഴ റൂട്ട്, അമ്പലം കുന്ന് കഴിഞ്ഞ് ഇളവൂർ. അമ്പലം കുന്ന് കഴിഞ്ഞ് ഇളവൂർ നമ്മൾ ആയൂരിന്ന് വരുവാണെങ്കിലോ? ആയൂരിന്ന് വരുവാന്നുണ്ടെങ്കിൽ ചെറുവക്കൽ, അതായത് എളമാട് ചെറുവക്കൽ കഴിഞ്ഞ് ഇളവൂർ. അമ്പലകുന്നിനും ഇളവൂരിനും ചെറുവക്കലിനും ഇടയ്ക്കായിട്ട് അമ്പലകുന്നിനും. പിന്നെ ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയുടെ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് വിളിച്ച് സംസാരിക്കാനായിട്ട് ചേട്ടൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ഒപ്പം കൊടുക്കട്ടെ? നോ പ്രോബ്ലം. കുഴപ്പമില്ലല്ലോ. ചിലപ്പോൾ എനിക്ക് കടയിൽ തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപവറിൻ്റെ തന്നെ ആരെങ്കിലും ഏതെങ്കിലും പ്രതിനിധിയായിട്ട് ഞാൻ കണക്ട് ചെയ്തു. ഞാൻ കടയായതുകൊണ്ട് തിരക്കായതുണ്ടെങ്കിൽ അവരെ കണക്ട് ചെയ്തു. ഓക്കെ, നോ പ്രോബ്ലം. ഏത് സംശയത്തിനും നമുക്ക് പരിഹാരമുണ്ട് അതിനകത്ത്. അതെ, ഈ ബിറ്റ് കോയിനൊക്കെ ആദ്യം വന്ന സമയത്ത് വാല്യൂ ഒക്കെ കുറവായിരുന്നു. പേരൊക്കെ, അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധയൊക്കെ പിടിച്ചു പറ്റി വരാനായിട്ട് ഒരു സമയമെടുത്തു. എന്നാൽ ഇപ്പോഴും ബിറ്റ് കോയിൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ എത്രത്തോളം വാല്യൂബിൾ ആയിട്ടാണ് നിൽക്കുന്നത്, എത്രത്തോളം ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതല്ലേ ബിറ്റ് കോയിൻ. അതെ, ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഇത്രത്തോളം വാല്യൂ, ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയി. അതേപോലെ തന്നെ ഈ ഒരു കോയിനും ചിലപ്പോൾ ഫ്യൂച്ചറിൽ അല്ലേ? തീർച്ചയായും നല്ല പ്രോജക്റ്റ് മാത്രമേ എംപവർ എടുക്കാറുള്ളൂ. അപ്പോൾ എംപവർ എടുത്ത പ്രോജക്റ്റുകൾ ഇതുവരെ ഒന്നും ഫ്ലോപ്പായി പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പ്രതീക്ഷിക്കാം. നല്ലൊരു പ്രോജക്റ്റാണ് കോയിൻ ഫോർജ്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും താല്പര്യമുള്ളവർക്ക് ചേട്ടനെ വിളിച്ചാൽ ചേട്ടൻ എല്ലാ സപ്പോർട്ടും കൊടുക്കുമല്ലോ? ഓക്കെ ഏട്ടാ, താങ്ക് യു.